ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിൻ്റെ 58ാമത്തെ ദിവസമാണ്. 118/2022 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. സീനിയർ സൂപ്പറിൻറ്റൻഡൻറ്റ് എക്സാമിൻ്റേതാണ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ എന്താണ് ഈ സ്പെല്ലിങ് തൊട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വേർഡാണല്ലേ, എന്താണ് സൂപ്പറിൻറ്റൻഡൻറ്റ്, എങ്ങനെയാണ് എൻ്റെ സ്പെല്ലിങ് വരേണ്ടത്? മിക്കപ്പോഴും പണ്ട് പി എസ് സിയിൽ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് സൂപ്പർ, എന്താണ് ഇൻ ഡെൻഡ്, ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. എങ്ങനെയാണ് നോക്കേണ്ടത്? സൂപ്പർ, ഓക്കെ, ഇൻ ഡെൻഡ്, ഇതാണ് സൂപ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മാത്സിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% വർദ്ധിക്കുന്നു. വർദ്ധിച്ചോട്ടെ. എന്താ പറഞ്ഞിരിക്കുന്ന? ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണ്? 65,400 ആണെങ്കിൽ ഒരു വർഷം മുമ്പ്, അതായത് കഴിഞ്ഞ വർഷം 100 ആയിരുന്നെങ്കിൽ അത് അടുത്ത വർഷം എത്രയായെന്നാ പറയുന്നത്? 109 ആയെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ 100 എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എത്രയാണെന്ന് പറയുമ്പോൾ 100% എത്രയാണ്? അപ്പൊ നമുക്കറിയാവുന്ന എന്താണ്? 109% എന്ന് പറയുന്നത് ഈ പറയുന്ന 65,400 ആണെങ്കിൽ ഈ പറയുന്ന 100% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ക്രോസ് ചെയ്യുക, രണ്ടെണ്ണം ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരെണ്ണം ഉള്ളതിനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്താണ് വരേണ്ടത്? 100 × 65,400 ഡിവൈഡഡ് ബൈ 109 എന്ന് വരും. ഓക്കെ, ഇവിടെ 109 ഇതും കൂടി കട്ടായി പോകും. കറക്റ്റ് 6 തവണയാണ് 109 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 9×6 54, കണ്ട 654 എന്ന് വരും 6 തവണ. അപ്പം അവിടെ ആൻസർ എത്ര വരും? 60,000 ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇപ്പോഴത്തെ ഒരു വർഷം മുമ്പുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 60,000. ഇനി ഇത് തന്നിട്ട് പറയുവാണ് ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 ആണെങ്കിൽ അടുത്ത വർഷം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? സെയിം തന്നെ ഇവിടെ എന്ത് ചെയ്യണം? തിരിക്കണം. 100% 65,400 ആണെങ്കിൽ 109% എത്രയെന്നാണ്? അതിൻ്റെ 109% അല്ലേ വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. x+3 = 7. x+3 ഡിവൈഡ് ബൈ 7 = 2x+1 ഡിവൈഡ് ബൈ 9 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 9 × x+3 = ഇവിടെ എന്ത് വരും? 7 × 2x+1 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താണ് വരേണ്ടത്? 9x + 9 × 3 27 എന്ന് വരും. ഇവിടെ എത്രയാണ് വരേണ്ടത്? 7 × 2 14x + 7 എന്ന് വരും. നേരെ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 27 - 7 എന്ന് പറയുന്നത് 14x - 9x എന്ന് വരും. 27 ന് 7 കുറച്ചാൽ 20 ആണ്. 14x നിന്ന് ഇത് കുറയ്ക്കും 5x വരും. സോ എക്സ് എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 5 ആണ്, 4 ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ട്രെയിൻ അതിൻ്റെ യഥാർത്ഥ വേഗതയുടെ 3/4 സഞ്ചരിക്കുകയും 20 മിനിറ്റ് വൈകി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു. 20 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സാധാരണയായി യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇവിടെ 3/4 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇപ്പോൾ വൈകി എത്തുന്ന സമയമാണ് ഈ പറയുന്ന 3-ലും. ആദ്യത്തെ സമയം, അതായത് ശരിക്കുള്ള സമയം 4-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോകുന്ന 3-ലാണ്. അതാണ് അതിന്റെ മീനിങ് അല്ലെ. നമ്മളിപ്പോ പറയാണ് 1-ൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ 3/4 എന്നുള്ളത് സെയിം തന്നെ മീനിങ് ആണ്. 4-ലാണ് പോകുന്നത്, ഇപ്പൊ പോകുന്ന എത്രയിലാണ്? 3-ലാണ് പോകുന്നത്. അപ്പൊ ഇതാണ് വേഗതകളുടെ അംശബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം വേഗത കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഇതിന്റെ വേഗത കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താണ്? സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? കുറവ് മതി അല്ലെ. 50 km/h സഞ്ചരിക്കുന്ന ഒരു ഇത് 100 km സഞ്ചരിക്കാൻ 2 മണിക്കൂർ മതി. ഓക്കെ, ഈ 50 എന്ന് പറയുന്നത് നേരെ സ്പീഡ് കുറച്ച് 25 km/h പോയി കഴിയുമ്പോൾ ഇവിടെ ഈ പറയുന്ന 100 km സഞ്ചരിക്കാൻ എത്ര വേണം? 4 മണിക്കൂർ വേണം. അതായത് വേഗതയും സമയവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നുണ്ട് അല്ലെ. അല്ലെ നമുക്ക് പറയാം സമയം കൂടുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ വേഗത കുറവാണ്. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും വിപരീത അനുപാതത്തിലായത് കൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് പറ്റും? ഈ വേഗത സമയം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് വേഗത എത്രയാണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും.
ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ വിപരീത അനുപാതം എന്ന് പറയുമ്പോൾ ഇതാണ് സമയം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഈ പറയുന്ന 1/a=1/b എന്ന് പറയുന്നതിനെ നമുക്ക് b/a എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3:4 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് വേഗത എത്രയാണ്? 4:3 ആണ്. സമയം എത്രയാണ്? 3:4 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാകും? അതായത് ഓൾറെഡി 4-ൽ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണെങ്കിൽ അത് എത്രയാണ്? 3 ആകുമ്പോഴേക്കും അവിടെ എത്തും. 3 ഇപ്പൊ എന്ത് ആയിക്കോട്ടെ 3 യൂണിറ്റിൽ അവിടെ എത്തും. ഇവിടെ എന്താ പറയുന്നത്? അതിന്റെ സ്പീഡ് 3 ആയിട്ട് കുറഞ്ഞു. അതായത് ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ വ്യത്യാസം അല്ലെ, 1 യൂണിറ്റ് ആണ്. അതായത് 1 യൂണിറ്റ് മാറിയപ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? സമയം അത്രയും കുറഞ്ഞു. അതായത് ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് അവിടെ താമസിച്ച് വന്നത്? 20 മിനിറ്റ് ആണ്. അപ്പൊ ഈ 1 യൂണിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി എത്തുന്ന സമയം എത്രയാണ്? 4-ലാണ് പോയതെങ്കിൽ 3 മണിക്കൂറിൽ നമുക്ക് അവിടെ എത്തണം അല്ലെ. അപ്പൊ 3 മണിക്കൂറല്ല, 3 യൂണിറ്റ് ആണ്. സോ ഇവിടെ എത്ര വരും? 3 × 20 ആണ്. അവിടെ എത്രയാണ്? 60 മിനിറ്റ് ആണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ ഈ ഒരു 1-2 പ്രോപ്പർട്ടീസ് നമുക്ക് ഓർത്തിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? വേഗതയും സമയവും വിപരീത അനുപാതത്തിലാണെന്ന് ഓർത്തിരിക്കുക. 1/a=1/b എന്ന് പറയുന്നത് b/a ആണെന്നുള്ള ഒരു ഐഡന്റിറ്റിയും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 28 ആയിരുന്നു. ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ആദ്യം നമ്മുടെ നോർമൽ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ്? നമുക്കറിയാം ഒരു ഇത്രയും ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആകെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ശരാശരിയെ എന്തുകൊണ്ട് ഗുണിക്കണം? ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ആകെ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആകെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ആണ്. എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ ഇവിടെ എത്ര വന്നം? 28 × 25 എന്ന് പറയുന്നത് 700 ആണ് ഇവിടുത്തെ ആകെ തുക എന്ന് പറയുന്നത്. ഇതിൽ എന്ത് സംഭവിച്ചു? ഈ 700-ല് ആദ്യം എന്ത് സംഭവിച്ചു? 20 വയസ്സുള്ള ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ എത്രയായി? അവിടെ 680 ആയിട്ട് മാറി. ഓക്കെ, മറ്റൊരാൾ പ്രവേശിക്കുകയും ചെയ്തു. അയാളും കൂടി ഇനിയിപ്പോ എന്താ? ഇയാൾ പോയി, ഇനി പുതിയൊരാൾ വന്നു. വന്നയാളുടെ ഭാരം നമ്മൾ എക്സ് ആക്കി എടുത്തു. ഇതാണ് ഇപ്പോഴുള്ള ടോട്ടൽ എന്ന് പറയുന്നത്. പുതിയ ടോട്ടൽ എന്ന് പറയുന്നത് 680 + x ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതാണ് പുതിയ ടോട്ടൽ. അതിനെ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട്. എണ്ണത്തിന് വ്യത്യാസമില്ല. ഒരാൾ പോയപ്പോൾ പകരം ഒരാൾ വന്നിട്ടുണ്ട്. 25 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി 24 ആയി, പകരം ഒരാൾ വന്നു. അപ്പൊ അവിടെ ഈ എന്താണ്? 25 തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ശരാശരി പ്രായം 2 വർദ്ധിച്ചു. ആദ്യം ഉണ്ടായിരുന്ന ശരാശരി എത്രയാണ്? 28 അല്ലെ. 2 കൂടി എന്ന് പറയുമ്പോൾ 30 ആണ്. സോ ഇവിടെ എത്ര വരും? 680 + x = ഇവിടെ എത്ര വരും? 30 × 25 എന്ന് വരും. ഓക്കെ, അവിടെ എത്ര വരും? എക്സ് എന്ന് പറയുന്നത് 750 - 680 ആണ്. 70 ആണ് എക്സിന്റെ വാല്യൂ. ഓപ്ഷൻ സി ആണ് നമ്മുടെ നോർമൽ ചെയ്യുന്ന രീതി. അതായത് നമുക്ക് ഈ ഒരു കുട്ടിക്ക് ഈ പറയുന്ന ശരാശരി എന്ന് പറയുന്നത് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണെന്നും വളരെ കൺസെപ്റ്റ് മാത്രമുള്ള ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ട്രിക്ക് വഴിയുണ്ട്. അതിപ്പോ എന്താ? കുറച്ചും കൂടി ചിലപ്പോൾ ഒത്തിരി നാളായിട്ട് PSC പഠിക്കുന്നവർക്ക് അതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആ ട്രിക്കും കൂടി നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇതൊന്നും വായിക്കുവാണേ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഇവിടെ ഇത്രയുള്ളൂ സംഭവം. ഒരാൾ പോയിട്ട് പുതിയതായിട്ട് ഒരാൾ വരുവാണ് ഒരു ഗ്രൂപ്പിലോട്ട്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ പോകുന്നുണ്ട്, പുതിയൊരാൾ കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ആളുടെ എന്തു ആയിക്കോട്ടെ, ആളുടെ വയസ്സോ ഉയരമോ മാർക്കോ എന്തും ആയിക്കോട്ടെ, പുതിയ ആളുടെ ഇപ്പോൾ നമുക്ക് വയസ്സല്ലേ തന്നിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? പോയ ആളുടെ വയസ്സ്. ഓക്കെ, പോയ ആളുടെ വയസ്സ്, പിന്നെ എന്ത് ചെയ്യണം? അതിനോട് എന്ത് കൂട്ടണം? അംഗസംഖ്യ, നമ്പർ, പിന്നെന്ത് വേണം? പ്ലസ് ശരാശരിയിലെ വർധനവ്, ശരാശരി വർധനവ് കൂട്ടണം. ഓക്കെ, ഇവിടെ പോയ ആളുടെ വയസ്സ് എത്രയായിരുന്നു? 20 ആയിരുന്നു. ഇവിടെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 25 ആണ്. ശരാശരിയിലെ വർധനവ് എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു ആണേ. ശരാശരിയിലെ വർധനവ് എന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസർ എത്ര വരും? 20 + 50 70. എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. പക്ഷേ എക്സാം ഹോളിൽ ഇരുന്ന് ഈ ഒരു ഇക്വേഷൻ അറിയില്ല എങ്കിൽ വെറുതെ അവിടെ ഇരുന്ന് സമയം കളയരുത്. നോർമൽ മെത്തേഡിലാണെങ്കിലും ചെയ്ത് ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ എന്താണ്? പോയ ആളുടെ വയസ്സ് എന്ത് ചെയ്യുക? അതിൽ നിന്ന് അങ്ങ് മാറ്റണം അല്ലെ. അപ്പൊ പുതിയ ആളുടെ വയസ്സ് പോയ ആളുടെ വയസ്സ് കൊണ്ട് പ്ലസ് ശരാശരി കൂടുകയാണ് ചെയ്തത്. സോ ശരാശരി വർധനവ് എത്രയാണോ അത് എന്ത് ചെയ്യുക? ഇൻറ്റു എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ 70 ആണ്.
100നും 400നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങളുടെ ആകെ തുക കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 100നും 400നും ഇടയിൽ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 100 കഴിഞ്ഞിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ നോക്കുക. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, 100നെ ഈ പറയുന്ന 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6 എന്ന് പറയുമ്പോൾ ഇവിടെ 1, ഇവിടെ 6 വരും, ഇവിടെ 40 വരും, ഇവിടെ എത്രയാണ് 6 6 36 എന്ന് വരും. ഓക്കെ, അപ്പൊ അടുത്ത് ഇവിടെ കുറച്ച് വരുമ്പോൾ 4 വരും. ഈ 4 എന്ത് ചെയ്യണം, ഇതിനോട് അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, 4 കൂട്ടേണ്ടത്, ഈ 4ൽ നിന്ന് 6ലേക്ക് എത്താനായിട്ട്, അതായത് ഇവിടെ നിന്ന് 4 നേരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ പറയുന്ന എന്ത് കിട്ടും, 96 കിട്ടും. ഈ 96 എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, അതിനോടുകൂടി ഈ 6ലേക്ക് എത്താൻ 2 കൂട്ടേണ്ടത്, ആ 2 കൂട്ടി എഴുതുക. ഇവിടെ ഇപ്പൊ എത്ര കിട്ടും, 102 കിട്ടും. ഓക്കെ, ഈ 102 ആണ് ആ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്. പിന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് പദം കണ്ടുപിടിക്കണം. സോ 400നെ നമ്മൾ അഗെയിൻ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 6 36 ആണ്. ഇവിടെ എന്ത് വരും, 40 വരും. അഗെയിൻ 6 6 36, ഇവിടെയും 4 റിമൈൻഡർ വന്നു. ഇവിടെ നമുക്ക് ഈ 100ൽ നിന്ന് 100മുണ്ട് 400മുണ്ട്, ഇങ്ങോട്ടേക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ റിമൈൻഡറിനോട് ആ 6ലേക്ക് എത്താൻ എത്ര വേണോ അതങ്ങ് കൂട്ടി വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ 100ൽ നിന്ന് എന്ത് ചെയ്യണം, 4 കുറക്കുക, ഈ +6 കൂട്ടുക. ഇതാണ് അടുത്ത വഴി എന്ന് പറയുന്നത്, എളുപ്പവഴി. ഒന്നുകിൽ അങ്ങനെ നോക്കാം, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതാണോ ഇങ്ങോട്ടേക്ക് കണ്ടുപിടിക്കുക. 100 കഴിഞ്ഞുള്ള നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 10നും 20നും ഇടയിലാണെങ്കിൽ 10 കഴിഞ്ഞുള്ള നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്പറിനെ എന്തുകൊണ്ടാണോ ആ റിമൈൻഡർ എത്രയാണോ അതങ്ങ് കുറക്കുക, എത്ര കൊണ്ടാണോ ചെയ്യേണ്ട അങ്ങ് കൂട്ടുക. അണ്ട 100ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 96 കിട്ടും. +6 എന്ന് പറയുന്നത് 102 ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന 4ൽ നിന്ന് 6ലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്, 2 ആണ്, അതങ്ങ് കൂട്ടിയാൽ മതി. ഇനി ഇവിടെ എന്താണ്, 400ൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് നോക്കേണ്ടത് അല്ലെ. 400 കഴിഞ്ഞല്ല, 400നേക്കാൾ പുറകിലോട്ടാണ്. സോ നേരെ ഈ 400ൽ നിന്ന് ഈ റിമൈൻഡർ അങ്ങ് കുറച്ചാൽ മതി. ആൻസർ എത്ര വരും, 396 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ 2 പദങ്ങളും കിട്ടി. ആദ്യ പദവും കിട്ടി, എന്ത് കിട്ടി, ലാസ്റ്റ് ടൈം എന്താണെന്നുള്ളതും കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ ഇടയ്ക്കുള്ള തുകയാണ് കണ്ടുപിടിക്കേണ്ടത്, സമ്മ് അല്ലെ. സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇതിനെ എങ്ങനെയാണ് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത്, സമാന്തര ശ്രേണിയായിട്ട് പരിഗണിക്കണം. സോ ഇവിടെ എ എന്ന് പറയുന്നത് 102 ആണ്. ഇനി ഡി എന്ന് പറയുന്നത് എത്രയാണ്, 6ന്റെ ഗുണിതങ്ങളല്ലേ. അപ്പൊ ഡി എന്ന് പറയുന്നത് 6 ആണ്. എൻ എന്ന് പറയുന്നത് എത്രയാണ്, എ എൻ എന്ന് പറയുന്നത് അവസാന പദം എന്ന് പറയുന്നത് 396 ആണ്. എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എ എൻ മൈനസ് എ ഡിവൈഡ് ബൈ ഡി പ്ലസ് 1. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. നമ്മൾ ബേസിക് ആയിട്ട് സമാന്തര ശ്രേണി പഠിക്കുന്ന ഒരാൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. എ എൻ മൈനസ് എ, ഇവിടെ ബൈ ഡി വരും, +1 എന്ന് വരും. ഇവിടെ എ എൻ എന്ന് പറയുന്നത് 396 മൈനസ് 102 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും, 6 + 1 എന്ന് വരും. ഇവിടെ നമുക്ക് 396നെ 102 കൊണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 294 കിട്ടും. 294 ഡിവൈഡ് ബൈ 6 + 1 എന്ന് വരും. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും, 6 4 24. ഇവിടെ എത്രയാണ്, ഇവിടെ അഗെയിൻ നമുക്കിവിടെ 5 വരും, 9 6 54. 49 + 1 എന്ന് പറയുന്നത് 50 ആണ്. സോ ഇവിടെ n കിട്ടി, 50 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു എന്താണ്, ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. ഇവിടെ എന്ത് വരും, 50/2 അല്ലെ. 50/2 ഇൻറ്റു ആദ്യ പദം 102 ആണ്, പ്ലസ് 396 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 25 ഇൻറ്റു 498 എന്ന് വരും. ആൻസർ വരേണ്ടത് 12450 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 12450. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 4 9 25 49 121 169 എന്ന ശ്രേണിയിലെ അടുത്ത നമ്പർ. ഇത് കാണുമ്പോൾ നമുക്കറിയണം ഇതെന്താണ്, എല്ലാത്തിൻ്റെയും സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഏകദേശം ഒരു 20 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. 20 വരെയുള്ള ഒരു 10 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ക്യൂബ് പഠിക്കുക. ഓക്കെ, എങ്കിലും നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിക്കേ, ഇത് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ്, ഇത് 7ന്റെ സ്ക്വയർ ആണ്, ഇത് 11ന്റെ സ്ക്വയർ ആണ്, ഇത് 13ന്റെ സ്ക്വയർ ആണ്. സോ നെക്സ്റ്റ് വരേണ്ടത് എന്താണ്,
നമുക്ക് തോന്നും 15 തോന്നും. പക്ഷെ 15 2, 3, 5, 7 ഇവിടെ 9 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ 11 കഴിഞ്ഞാൽ പിന്നെ 13, 13 കഴിഞ്ഞാൽ 15 വന്നേനെ. അപ്പൊ അടുത്ത് വരേണ്ടത് 17ന്റെ സ്ക്വയർ ആണ്. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് തന്നിരിക്കുന്നത് എന്താണ്? അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 2 സ്ക്വയർ, 2, 3, 5, 7. ഇവിടെ ഒരു 9 ഉണ്ടായിരുന്നു. ഇവിടെ 81 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ 13 കഴിഞ്ഞ് ഇവിടെ 15ന്റെ സ്ക്വയർ എടുക്കേണ്ടി വന്നേനെ, 225 വന്നേനെ ആൻസർ. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് 225 വരാത്തതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ്. നെക്സ്റ്റ് നോക്കാം. 2001 നവംബർ 1 ബുധനാഴ്ചയാണെങ്കിൽ 2005 നവംബർ 1. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ട് പോലെ. 2001 നവംബർ 1 ഇതെന്ന് പറയുന്നത് ബുധനാണ്. ഓക്കെ, സെയിം ഡേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2005 നവംബർ 1. ഓക്കെ, ഇത് എത്രയെന്നാ ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നോക്കാം. 2001 കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വന്നം? 2002 വന്നം, 2003 വന്നം, 2004 വന്നം. അപ്പൊ മൊത്തം എത്രയാണ്? 1, 2, 3, 4 ഗ്യാപ്പ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 4 കൂട്ടണം. പ്ലസ് ഇനി ഇവിടെ നോക്കണം എന്താണ് ലീപ്പ് ഇയർ ഉണ്ടോ ഇല്ലയോ. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 2000 ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. 2000 കഴിഞ്ഞാൽ ലീപ്പ് ഇയർ ആയിട്ട് വരേണ്ടത് ഏതാണ്? 2004 ലീപ്പ് ഇയർ ആയിട്ട് വരേണ്ടത്. സോ 2000 കഴിഞ്ഞു ഒരു ലീപ്പ് ഇയർ ആണ് ഈ ഗ്യാപ്പിലുള്ളത്. സോ ഇവിടെ +1 ചെയ്യുക. അതായത് എന്ത് ചെയ്യണം? ബുധനോട് എത്ര കൂട്ടണം? 5 കൂട്ടിയാൽ മതി. ബുധൻ +5 എന്ന് പറയുന്നത് എത്രയാണ്? വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. സോ ആൻസർ വരേണ്ടത് 2005 നവംബർ 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തിങ്കളാഴ്ചയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 30 പേരുള്ളൊരു ക്യൂ. 30 പേരുണ്ട് ക്യൂവില്. അതില് താഴെ നിന്ന് 15ാം സ്ഥാനത്താണ് ആര്? വരുൺ. വരുണിന്റെ സ്ഥാനം എന്ന് പറയുന്നത് താഴെ നിന്ന് 15ാം സ്ഥാനത്താണ്. എങ്കിൽ മുകളിൽ നിന്ന് അവന്റെ സ്ഥാനം എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ്? അതായത് ഇവിടം വരെ 15 പിന്നെ മുകളിലോട്ടും 15 പേര് വേണമല്ലോ, അപ്പോഴാണല്ലോ 30 ആവുന്നത്. ഇവിടം വരെ 15 ഉണ്ട്. അടുത്ത അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് 16. അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യാം? 30 - 15 എന്ത് ചെയ്യണം? +1 ചെയ്യണം. സോ 16 അവന്റെ സ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 54 × 54 × 54 + 3 × 54 × 54 × 46 + 3 × 54 × 46 × 46 + 46 × 46 × 46 ഡിവൈഡ് ബൈ 54 × 54 - 46 × 46. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും ചിന്തിക്കേണ്ട. എപ്പോഴും ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, 3 ഉം 54. അപ്പം നമുക്ക് ഇനി എന്ത് എഴുതാം? നമുക്കിത് എ ആക്കി കൊടുത്താൽ ഇത് A³ ആണ്. പ്ലസ് ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. ഇവിടെ എന്താണ്? A² ഉണ്ട്. നമ്മൾ ഇതിനെ B ആക്കി കൊടുത്തു. A² B ആയി. പ്ലസ് 3AB² കണ്ടാ? B² ആണ്. പ്ലസ് B³ എന്നായിട്ട് മാറി. ഓക്കെ, ഇവിടെ താഴെ എന്തുണ്ട്? A² - B² ആയിട്ട് മാറി. A³ + 3A² B + 3AB² + B³ എന്ന് പറയുന്നത് എന്തിന്റെ ഐഡന്റിറ്റി ആണ്? A + B ദി ഹോൾ ക്യൂബ് ആണ്. A + B ദി ഹോൾ ക്യൂബ് എന്ന് നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? A² - B² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A + B × A - B എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് ഐഡന്റിറ്റീസ് പഠിക്കുന്നുണ്ട്. A² - B² എന്ന് പറയുന്നത് A + B × A - B ആണ്. അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഐഡന്റിറ്റി ആണ് A + B ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? A³ + 3A² B + 3AB² + B³ അതേപോലെ തന്നെ A - B ദി ഹോൾ ക്യൂബും കൂടി പഠിച്ചു വെച്ചു. എങ്ങനെയാണ് വരേണ്ടത്? A³ മൈനസ് എന്ത് വരണം? 3A² B + 3AB² - B³ എന്ന്. അതായത് തുടക്കം അവസാനം മൈനസ് വേണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയാവുന്ന പിന്നെ A + B ദി ഹോൾ സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്ന A² + 2AB + B² ആണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിന്റെ മീനിങ് എന്താണ്? മുകളിൽ A + B എന്ന് പറയുന്ന വാല്യൂ 3 തവണ എഴുതിയിട്ടുണ്ട്. താഴെ എന്തുണ്ട്? 1 തവണയുണ്ട്. സോ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ആയിട്ട് മാറും. സോ ഇത് എങ്ങനെ വരും? A + B ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A - B എന്നായിട്ട് മാറി. ഇനി ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54 ആണ്. B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? 54 + 46 ഡിവൈഡഡ് ബൈ 54 - 46 എന്ന് വരും. ഓക്കെ, 54 + 46 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. 100ന്റെ സ്ക്വയർ ബൈ 8 എന്ന് വരും. 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ അല്ലേ
10,000 വരും. ഡിവൈഡ് ബൈ 8 എന്ന് പറയും. 8ഉം 1000ഉം കൂടി കട്ടാകും. 125 തവണയാണ്. ഒരു 0 കൂടിയുണ്ട്. സോ ആൻസർ വരേണ്ടത് 1250 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. അമേരിക്ക ഒരു പ്രത്യേക രീതിയിൽ, അമേരിക്ക എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? അമേരിക്ക ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? BDJSFNB എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അതേ രീതിയിൽ കോഡ് ചെയ്ത ഇംഗ്ലണ്ട് എങ്ങനെ വരുമെന്നാണ് നമുക്കപ്പോൾ അറിയേണ്ട അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് അമേരിക്കയെ നമുക്ക് നോക്കാം. ഇവിടെ ഇതെന്ന് പറയുന്നത് ശരിക്കും ഇവിടെ +1 ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ബി കിട്ടും. എം കഴിഞ്ഞ് +1 ചെയ്യുമ്പോൾ എൻ കിട്ടും. ഇ കഴിഞ്ഞ് എന്താണ്? എഫ് ആണ്. ആറ് കഴിഞ്ഞ് എന്താണ്? എസ് ആണ്. ഐ കഴിഞ്ഞ് ജെ ആണ്. സി കഴിഞ്ഞ് എന്താണ്? ഡി ആണ്. എ കഴിഞ്ഞ് ബി ആണ്. ഈ തന്നിരിക്കുന്ന സാധനത്തിനെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. BDJS കണ്ടാ, ഇവിടെ നിന്ന് നേരെ തിരിച്ചെഴുതി. എല്ലാത്തിനോടും +1 ചെയ്തിട്ട് നേരെ തിരിച്ചെഴുതിയതാണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യുക? എല്ലാത്തിനോടും +1 ചെയ്യുക. ഇ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഫ് വരും. എൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് വരും? MNOL. ജി കഴിഞ്ഞ് എച്ച് വരും. എൽ കഴിഞ്ഞ് എം വരും. എ കഴിഞ്ഞ് ബി വരും. എൻ കഴിഞ്ഞ് ഒ വരും. ഡി കഴിഞ്ഞിട്ട് ഇ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നേരെ തിരിച്ചെഴുതണം. EOBMHOF ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് EOBMHOF എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് എങ്ങനെയായിരിക്കും വരേണ്ടത്? ഡാഷ് എ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ വേണം? മൈ ഫാദർ വിൽ റിട്ടയർ അല്ലെ? റിട്ടയർ ചെയ്യും. എപ്പോൾ? ഇന്നേ ഇയർ ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോർമലി പറയുന്നതാണ് ഇന്നേ ഇയർ. പിന്നെ എന്ത് പറയാം? ഇന്നാൻ അവർ പറയും. പിന്നെ പറയാം ഇന്നേ മന്ത് അല്ലെ? ഒരു കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻ 1973 കറക്റ്റ് പ്രോപ്പർ വർഷം പറയാം. പിന്നെ അതേപോലെ തന്നെ എന്ത് പറയാം? ഒരു ഇൻ ജാനുവരി അല്ലെ? പിന്നെ സീസൺസ് പറയാം. ഇൻ സമ്മർ. ഇതൊക്കെ ഇന്ന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പ്രത്യേക സ്ഥലം സ്പെസിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് പറയാം, ഇന്ന് വെച്ച് പറയാം. അപ്പൊ എന്താണ്? ഇന്നേ ഇയർ, ഇന്നാൻ അവർ, ഇന്നേ മന്ത്. കണ്ട, ഒരു പീരീഡ് ഓഫ് ടൈമിനെ പറയുന്നത് ഒരു പ്രത്യേക കാലയളവാണ് അല്ലെ? ഒരു പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു കാലയളവിനെയാണ് ഇന്നേ ഇയർ വെച്ച് പറയുന്നത്. ഇന്നാൻ അവർ, ഞാൻ എന്ത് ചെയ്യാം? ഈ വർക്ക് ഒരു 1 അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ്ങിലൊക്കെയാണ് നമ്മൾ ഇന്ന് വെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐ സോ ഡാഷ് വൺ-ഐഡ് പേഴ്സൺ. ഇവിടെ AEIOU എന്ന് പറയുന്ന വവ്വൽ ആണെങ്കിലും നമ്മളിവിടെ ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ്? 1 എന്നുള്ളതാണ്. സോ ഇവിടെ ഏതാണ് വേണ്ടത്? ഐ സോ എ വൺ-ഐഡ് പേഴ്സൺ ആണ്. അതെപ്പോഴും ശ്രദ്ധിക്കണേ. ഓ കാണുമ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യരുത്? ആൻഡ് ചേർക്കരുത്. ഐ സോ എ വൺ-ഐഡ് പേഴ്സൺ ആണ്. ഷീ സ്റ്റഡീസ് വെരി ഹാർഡ് എവറി നൈറ്റ്. ഇവിടെ എന്താണ്? ഷീ സ്റ്റഡീസ് ഹാർഡ് എവറി നൈറ്റ് തന്നിരിക്കുന്നത് പോസിറ്റീവിലാണ്. സോ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. സോ നേരെ നോക്കിക്കേ, ടാഗ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ആൻസർ കിടപ്പുണ്ട് ഡസൻ ഷീ ആണെന്നുള്ളത്. കണ്ടോ, ഇവിടെ ബാക്കിയെല്ലാം പോസിറ്റീവിലാന്നിരിക്കുന്നത്. അതായത് സ്റ്റഡീസ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും? സ്റ്റഡി പ്ലസ് ഡസ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ബ്രദേഴ്സ് ആസ് വെൽ ആസ് ദെയർ സിസ്റ്റേഴ്സ് ഡാഷ് ഗുഡ് അറ്റ് ദെയർ സ്റ്റഡീസ്. ഇവിടെ 2 പേരെയാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ബ്രദേഴ്സ് ആസ് വെൽ ആസ്, നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്ന ഒരു റൂൾസ് ആണ്. ആസ് വെൽ ആസ്, അതേപോലെ മോർ ദാൻ, ആൻഡ് നോട്ട്, അൺലൈക്ക്, റാദർ ദാൻ, ടുഗദർ വിത്ത്, ബിസൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? 2 സബ്ജക്റ്റുകളാണ്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? ദ ബ്രദേഴ്സ് എന്നുള്ളതാണ്. അതിവിടെ എന്താണ്? പ്ലൂറൽ ഫോം ആണ്. ദെയർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗുലർ ഫോം ആണ്. പക്ഷെ അങ്ങനെ 2 സബ്ജക്റ്റുകളെ ഈ പറയുന്ന ആസ് വെൽ ആസ്, റാദർ, ലൈക്ക്, അൺലൈക്ക്, ടുഗദർ വിത്ത്, ബിസൈഡ്, വിത്ത്, എലോങ് വിത്ത്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ പറയുന്ന വെർബ് എന്ന് പറയുന്നത് എന്തിനെ ആയിരിക്കണം? വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കണം, ഫസ്റ്റിനെ ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് വേണം? പ്ലൂറൽ ആയിരിക്കണം. ഈസ്, വാസ്, ഹാസ് ഒന്നും അപ്പോൾ വരില്ല. അപ്പോൾ എന്ത് വരും? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ആറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നമ്മളിത് ഇവിടെ ഈ സിസ്റ്ററെ വെച്ച് കണക്ട് ചെയ്യാൻ നോക്കും. അതല്ല വേണ്ടത്. ദ ബ്രദർ ആസ് വെൽ ആസ് ദ സിസ്റ്റർ ആർ, ആ വേർഡ്സ് ഞാനൊന്ന് എഴുതി തരാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതൊക്കെ. എങ്കിലും ആസ് വെൽ ആസ്, പിന്നെ എന്ത് വരും? ഇൻ അഡീഷൻ,
ആസ് വെൽ ആസ് ഉണ്ട്, ഇൻ അഡീഷൻ ടു ഉണ്ട്, പിന്നെ എന്താണ് ആസ് മച്ച് ആസ്, പിന്നെ വിത്ത്, വിത്ത് വന്ന അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി വരും എലോങ് വിത്ത്, പിന്നെ എക്സ്ക്ലൂഡിങ് ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ് അതേപോലെ ഇൻക്ലൂഡിങ്, പിന്നെ റാദർ ദാൻ, ലൈക്ക് അൺലൈക്ക്, ലൈക്ക് അൺലൈക്ക്, പിന്നെ വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത്. പിന്നെ എന്താ പറയാൻ പറ്റുക, ബിസൈഡ്സ് പറഞ്ഞു നമ്മൾ, ബിസൈഡ്സ്, പിന്നെ ഏതാണ് എക്സെപ്റ്റ്, ഇങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കണം. ഈ ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ആസ് മച്ച് ആസ്, വിത്ത് എലോങ് വിത്ത്, ടുഗദർ വിത്ത്, എക്സ്ക്ലൂഡിങ് ഇൻക്ലൂഡിങ്, റാദർ ദാൻ, ലൈക്ക് അൺലൈക്ക്. ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴേക്കും അവിടെ എന്ത് വേണം, അത് തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെർബ് എപ്പോഴും എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ദ കാർ ഡാഷ് ഡൗൺ ആൻഡ് വി ഹാഡ് ടു വാക്ക് ഹോം. ഇവിടെയും സെയിം തന്നെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ. വി ഹാഡ് ടു വാക്ക് ഹോം എന്നാണ് പറയുന്നത്. അതായത് തന്നിരിക്കുന്നത് എന്താണ്, പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, വി ഹാഡ് ടു വാക്ക് ഹോം. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഈ തന്നിരിക്കുന്ന സാധനവും എന്തായിരിക്കണം, പാസ്റ്റിലായിരിക്കണം. അപ്പൊ ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുമ്പോൾ എന്ത് വരും, അവിടെ ബ്രോക്ക് വരണം അല്ലേ. ഇവിടെ ബ്രോക്ക്, ഇവിടെ ബ്രേക്ക്, ഹാഡ് ബ്രോക്കൺ, ഹാസ് ബ്രോക്ക്. ഓക്കെ, ഓപ്ഷൻ ഡി ബ്രോക്ക് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ എന്ത് വരും, ദ കാർ ബ്രോക്ക് ഡൗൺ ആൻഡ് വി. നമ്മൾ നോർമലി നമ്മൾ വായിക്കുമ്പോൾ ദ കാർ ബ്രേക്ക് ഡൗൺ ആൻഡ് വി ഹാഡ് ടു അല്ലെ, അങ്ങനെ വായിച്ചു പോകും. ബ്രേക്ക് ഡൗൺ നമ്മൾ നോർമലി പറയുന്നതല്ലേ. അപ്പൊ അതിന്റെ പാസ്റ്റ് ഫോം വേണമെന്ന് ആലോചിച്ച് വെക്കുക. അവിടെ എന്താണ്, ബ്രോക്ക് ആണ്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ സ്മോൾ ഷോപ്പ് ദാറ്റ് സെൽസ് ഫാഷനബിൾ ക്ലോത്ത്, കോസ്മെറ്റിക്സ്, ആക്സസറീസ് എക്സെട്ര. ഇത് എല്ലാത്തിനും ഉള്ളതിനെ നമുക്കറിയാമല്ലേ, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം. ഇപ്പൊ എല്ലായിടത്തും എന്താണുള്ളത്, ബൊട്ടീക്കുകളാണ് അല്ലേ. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ബൊട്ടീക്സ് ആണ്. അപ്പൊ ബൊട്ടീക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റോർ എന്ന് പറയുമ്പോൾ, സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗുഡ്സും സർവീസ് ഒക്കെ എന്ത് വേണമെങ്കിലും വിൽക്കുന്നതിനെ നമുക്ക് സ്റ്റോർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. ഇഡിയംസും വേണം, അതിന്റെ മീനിങ്ങും. എന്താണ് ദ മീനിങ് ഓഫ് ദ ഇഡിയം, ടു ലീവ് സമ്മൺ ഇൻ എ ലസ്. ലസ് എന്താണ് വേണ്ടത്, ടു ലീവ് സമ്മൺ ഇൻ ദ ലസ് എന്ന് പറയുന്നത് ടു ഡെസേർട്ട് സമ്മൺ ഇൻ ഹിസ് ഡിഫിക്കൽട്ടീസ്. ഇതാണ് ആ ഒരു ടു ഡെസേർട്ട് സമ്മൺ ഇൻ ഹിസ് ഡിഫിക്കൽട്ടീസ്. അവന്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അവനെ കൈവിടുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ്ങിലാണ് പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫ്രൈസൽ വെർബ്സ് ആണ്. ഫ്രൈസൽ വെർബ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷി ഡാഷ് ദ ഓഫൺ വാ ആസ് ഹെർ ഓൺ ചൈൽഡ്. എന്താണ് പറയേണ്ടത്, ബ്രോട്ടപ്പ് ആണ്. ബ്രോട്ടപ്പ് മീൻസ് എന്താണ് അല്ലെ, ആ ഒരു എടുത്ത് വളർത്തുന്നൊക്കെ പറയത്തില്ലേ, അവൾ എന്ത് ചെയ്തു, അവളുടെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഷീ ബ്രോട്ടപ്പ് ദ ഓഫൺ ആസ് ഹെർ ഓൺ ചൈൽഡ്. സ്വന്തം മകളെ പോലെ വളർത്തി എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് പറയേണ്ടത്. ബ്രിങ് ഔട്ട് ആണെങ്കിലോ, ബ്രിങ് ഔട്ട് ആണെങ്കിലും നമുക്ക് പറയാം അത് വെളിപ്പെടുത്തുക. അപ്പൊ അതിന്റെ പാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ബ്രോട്ട് ഔട്ട് വരും. ഓക്കെ, ബ്രിങ് ഇൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചോ, ബ്രിങ് ഔട്ട്. ബ്രിങ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വെളിപ്പെടുത്തുക. പിന്നെന്താണ്, ബ്രിങ് ഔട്ട്, വെളിപ്പെടുത്തുക. പിന്നെ ഇവിടെ വരേണ്ടത് ബ്രിങ് ഔട്ട്, ബ്രിങ് ഇൻ ആണ്. ബ്രിങ് ഇൻ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്, അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവതരിപ്പിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ബ്രോട്ട് എബൌട്ട് ആണ്. സോ ഇവിടെ നമുക്ക് പറയാം ബ്രിങ് അബൌട്ട് പറയാം. ബ്രിങ് എബൌട്ട്. ബ്രിങ് എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭവിപ്പിക്കുക, കാരണമാവുക. കാരണമാവുക, അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടത്. പിന്നെ ഉള്ളത് ബ്രോട്ടപ്പ് ആണ്, അല്ലെങ്കിൽ ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളർത്തുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫോറിൻ വേർഡ്സ് ആണ് വേണ്ടത്. ദ ഫോറിൻ ഫ്രേസ് റെസ്പോൺസിൽ, ഇത് വായിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് തന്നിരിക്കുന്നത്, റെസ്പോൺസിൽ വാസ് പ്ലേറ്റ്. എന്തും ആയിക്കോട്ടെ, അത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കുക. റിപ്ലൈ ഇഫ് യു പ്ലീസ്, ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ബോൺ വോയേജ് ഒക്കെ പറയത്തില്ലേ, ബോൺ വോയേജ്, സിനെ ഡി എ, അതേപോലെ തന്നെ കാർട്ട ബ്ലാങ്ക. കാർട്ട ബ്ലാങ്ക എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ പവറാണ്. ഫുൾ പവറോടുകൂടി നിങ്ങൾ പഠിക്കാന്നൊക്കെ പറയില്ലേ, കാർട്ട ബ്ലാങ്ക. അതേപോലെ സിനെ ഡി എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി ആണ്. പിന്നെ എന്ത് പറയാം, ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ഒരു ടു വിഷ് എ ഗുഡ് ജേർണി, ഒരു ബോൺ വോയേജ്, അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സിനോണിമാണ്. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. എന്താണ്, ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് ആണ്. ടോക്കറ്റീവ് പഠിച്ചു വെക്കണേ, ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഇനിയും കയറി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം.
ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ഇവിടുത്തെ ശരി? നിശബ്ദത. ഇവിടെ ഏതാണ്? നിശബ്ദതയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. നിശബ്ദതയാണ്. ഓപ്ഷൻ ബി നിശബ്ദതയാണ് കറക്റ്റ്. എങ്ങനെയാണ് എഴുതിയേക്കുന്നത് നോക്കിക്കേ, നിശബ്ദത. ഓക്കെ, പിന്നെ നമുക്ക് പറയാം എന്താണ്? കുടിശിഖ. എങ്ങനെയാണ് എഴുതേണ്ടത്? കുടിശിഖ. ശിഖ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും ചിലർ. ഇതല്ല, ഏതാണ്? കുടിശിഖയാണ്. അതേപോലെ മുന്നാക്ക വിഭാഗമാണ്, മുന്നോക്കമല്ല. എന്താണ് പറയുന്നത്? മുന്നാക്ക വിഭാഗം എന്നുള്ളതാണ് പറയുന്നത്. കർക്കടകമാണ് പറയാറില്ലേ? കർക്കിടകമല്ല, കർക്കടകമാണെന്ന് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുറുക്കന്റെ പര്യായമല്ലാത്തത് ഏത്? കുറുക്കൻ. ഇപ്പൊ കഴിഞ്ഞ 2-3 പരീക്ഷകൾക്ക് നമ്മൾ ഇങ്ങനത്തെ കുറെ വാക്കുകൾ കണ്ട്. കുറുക്കന്റെ പദം നോക്കിക്കേ, ജമ്പുകം, ഊളൻ, കുറുനരി, കാണ്ടൻ. ഏതാണ്? കാണ്ടനാണ്. കാണ്ടൻ മീൻസ് എന്താണ്? നിന്യൻ, ആ ഒരു മീനിങ് ആണ്. അപ്പൊ കുറുക്കന്റെ പര്യായം നമുക്ക് പഠിച്ചു വെക്കണം. ജമ്പുകമുണ്ട്, ഇവിടെ എന്താണ്? ഊളനുണ്ട്, കുറുനരിയുണ്ട്. പിന്നെ എന്ത് നമുക്ക് പറയാം? കുറുനരി മോഷ്ടിക്കരുത് അല്ലെ, കുറുക്കനാണ് അല്ലെ കുറുനരി. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജമ്പുകം, ഊളൻ, പിന്നെ എന്ത് പറയാം? ശൃഗാലം, പിന്നെ എന്താണ്? ഫേരു. ഇതൊക്കെ നമ്മുടെ കുറുക്കന്റെ പര്യായമാണ്. ജമ്പുകം പറഞ്ഞു, പിന്നെ എന്താണ്? ഗോമായു. ഇതെല്ലാം ആരാണ്? കുറുക്കനാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, എന്താണ്? ശാർദൂലം. ശാർദൂലം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരാണ് ശാർദൂലം എന്ന് പറഞ്ഞാൽ? അത് കടുവയാണ്, കടുവ അല്ലെ. പിന്നെ നമുക്ക് വാനരൻ ആരാണ്? വാനരൻ കുരങ്ങനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെന്താണ്? പ്ലവംഗം. പ്ലവംഗം എന്ന് പറഞ്ഞാലും ആരാണ്? കുരങ്ങനാണ്, കുരങ്ങൻ. കുറെ ഇങ്ങനത്തെ കുറെ വെറൈറ്റി വേർഡ്സ് ഉണ്ടായിരുന്നു, കുരങ്ങൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മക്കത്തായം പിരിച്ചെഴുതുമ്പോൾ, മക്കത്തായം എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിച്ചെഴുതുമ്പോൾ മക്കൾ പ്ലസ് തായമാണ് മക്കത്തായം എന്ന് പറയുന്നത്. ഓക്കെ, മക്കൾ പ്ലസ് തായമാണ് മക്കത്തായം. അങ്കുലീ പരിമിതം. അങ്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈവിരലാണ് അല്ലെ. അപ്പൊ അങ്കുലീ പരിമിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവിരലിൽ എണ്ണാവുന്നത്ര, അത്രേ ഉള്ളൂ. പരിമിതമാണ്, കൈവിരലിൽ എണ്ണാവുന്നത്ര. അതിനെയാണ് നമ്മൾ അങ്കുലീ പരിമിതം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മതം സമാന പദം കണ്ടെത്തുക. മതത്തിന്റെ സമാനമായ പദമാണ് ഡംബം എന്ന് പറയുന്നത് അല്ലെ. ഡംബം. ഈ ശരിക്കും മതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഹങ്കാരം എന്നൊക്കെ പറയത്തില്ലേ? മതം, അവന്റെ തലയ്ക്ക് മതപ്പാടാണെന്നൊക്കെ പറയാം. ശരിക്കും മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, അഹങ്കാരം അല്ലെ. അല്ലാണ്ട് നമ്മൾ പറയില്ലേ ഡംബാണെന്ന് പറയില്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഡംബം. ഓക്കെ, ഡംബല്ല, ഡംബം. ഓക്കെ, അതേപോലെ ദർപ്പം എന്ന് പറയാം. ഗർവമാണ് അല്ലെ, അവന് ഭയങ്കര ഗർവാണെന്ന് പറയത്തില്ലേ? ഗർവ്, അഹങ്കാരം, അഹംബുദ്ധി, ഇതൊക്കെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അപ്പൊ മതത്തിന് മറ്റൊരു വാക്കും കൂടി ഉണ്ട്, ഡംബം. ഡെമ്പ് മതം, അഹങ്കാരമാണ്. അവൻ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ഡെമ്പനാണെന്ന് പറയും അല്ലെ. അപ്പൊ അഹങ്കാരിയാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഡംബമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്യൂർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ക്യൂർ ഫിഷ്, ഹീസ് എ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിചിത്ര മനുഷ്യനാണ്, വിചിത്ര മനുഷ്യൻ. അതിനെയാണ് നമ്മൾ ക്യൂർ ഫിഷ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ലെഗ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബ്ലാക്ക് ലെഗ് എന്ന് പറയുന്നത് കരിങ്കാലിക്കാണ് ബ്ലാക്ക് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് സ്ത്രീ വിരുദ്ധത ആണോ? അല്ല. ശുചിത്വ ബോധമല്ല, പുരോഗമന ഇച്ഛയുമല്ല, താഴ്ന്ന ജാതിക്കാരുള്ള നിന്നയായിരുന്നു അവർ പറയുന്നത് അല്ലെ. ജാത്യാലുള്ള തൂത്താ, ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്, തൂത്താ പോയില്ല എന്നൊക്കെ പറയും. അതെന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരുള്ള നിന്നയാണ് പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് നോക്കാം. ഒറ്റപ്പദം ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പിപ്പ ടിഷ്യൂ അല്ലെ, പിപ്പ ടിഷ്യൂ. പിപ്പാസയാണ്, പിപ്പാസയല്ല, പിപ്പാസ എന്താണ്? പിപ്പാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹത്തെയാണ് പിപ്പാസ എന്ന് പറയുന്നത്. പിപ്പാസു ആരാണ്? പിപ്പാസു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്നത് പിപ്പാസു എന്നും, പിപ്പാസ എന്ന് പറഞ്ഞാൽ അതിനുള്ള ആഗ്രഹമാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവൻ ആരാണ്? മുമുക്ഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റപ്പദമൊക്കെ നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിപരീത പദം എഴുതുക. ജാഗ്രതയിലാകുക, സുഷുപ്തിയാകുക. സുഷുപ്തി ഇതാണ് അല്ല, ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ നിദ്രയിലാണ്ടതെന്നുള്ളതാണ്. അപ്പൊ സുഷുപ്തിയാണ് ഇവിടെ തെറ്റായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എതിർലിംഗമല്ലാത്ത പദം ഏത്? എതിർലിംഗമല്ലാത്ത പദം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വായിച്ചു നോക്കാം. സിംഹം, ഏകാഗി, കന്യക, മഹാൻ, എല്ലാത്തിനും ലിംഗ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ, സിംഹം എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗ പദമാണ് അല്ലെ. അതിന്റെ സ്ത്രീലിംഗം എന്താണ്? സിംഹി എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ എന്തും കൂടി പറയും? സിംഹിണി എന്നും കൂടി പറയും. സിംഹി, സിംഹിണി എന്നും കൂടി പറയും. ഏകാഗി എന്ന് പറയുന്നത് പുല്ലിംഗ പദമാണല്ലോ, ഏകാഗി. അപ്പൊ അതിന്റെ സ്ത്രീലിംഗം എന്താണ് വരേണ്ടത്? ഏകാകിനി എന്ന് വരും.
ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താണ് വരേണ്ടത്? മഹാൻ. മഹാൻ എന്ന് പറയുന്നത് പുല്ലിംഗ പദമാണ്. അതിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് മഹതിയാണ്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് കന്യകയാണ്. കന്യക എന്ന് പറയുന്ന സ്ത്രീലിംഗ പദത്തിനെയാണ് നമ്മൾ കന്യക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂഷൻ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഈ ഒരു സമയത്താണെങ്കിൽ ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്നവർ നല്ല രീതിക്ക് ഫോളോ ചെയ്ത് കൂടത്തി കൂടിക്കോ. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്